റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ബേപ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും DCC പ്രസിഡന്റിന്റെയും പ്രസ്താവന തള്ളി MK രാഘവൻ MP. സ്ഥാനാർത്ഥി നിർണയം പാളിയിട്ടില്ല എന്നും PV അൻവർ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയെന്നും MK രാഘവൻ പറഞ്ഞു. ബേപ്പൂരിലെ പരാജയ കാരണം പഠിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണം. ബൂത്ത് അടിസ്ഥാനത്തിൽ പഠിച്ച ശേഷം മാത്രമേ പരാജയ കാരണം പറയാൻ സാധിക്കൂവെന്നും MK രാഘവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ തോൽവിക്ക് ശേഷം നമ്മൾ ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം പഠിച്ചതിന് ശേഷം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥി, ഒരിക്കലും നമുക്ക് മോശം പറയാൻ കഴിയില്ല. കഴിവുള്ള സ്ഥാനാർത്ഥിയാണ്, പ്രാപ്തനാണ്. സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. തോൽവിയുടെ കാരണമാണ് പഠിക്കേണ്ടത്. തോൽവി എന്തുകൊണ്ടുണ്ടായി, എവിടെയാണ് തോൽക്കാൻ, ഏതെല്ലാം ബൂത്തുകളിലാണ് പുറകോട്ട് പോയത്, ആ ബൂത്തുകൾ എങ്ങനെ ആയിരുന്നു നേരത്തെ, ആരുടെ സ്വാധീന കേന്ദ്രമാണ്, LDFനാണ് ഭൂരിപക്ഷം, UDFനാണ് ഭൂരിപക്ഷം, ഇതൊക്കെ പഠിക്കേണ്ട വിഷയമാണ്. അത് പഠിച്ചു വേണം കൃത്യമായി ഒരു നിഗമനത്തിലെത്താൻ. അതാണ് ചെയ്യേണ്ടത്. ബേപ്പൂരിലേക്ക് തന്നെ സ്ഥാനാർത്ഥിയായി ക്ഷണിച്ചത് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ആയിരുന്നുവെന്നും എന്നാൽ VD സതീശൻ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തതോടെയാണ് ചതിക്കിരയായത് എന്നും PV അൻവർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. UDF കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നുവെന്നും അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല എന്നും അൻവർ. എന്നെ ഏറ്റവും കൂടുതൽ ക്ഷണിച്ചത് ഈ പറയുന്ന DC പ്രസിഡന്റ് പ്രവീണും അവിടുത്തെ KPCC ജനറൽ സെക്രട്ടറി സുഹൃത്ത് ജയന്തും. ഇവരായിരുന്നു എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ അതിൽ കമ്പൽ ചെയ്തിട്ടിരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഇതിനൊരു കാരണമായിട്ടുണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കട്ടെ എന്ന്. എവിടെയാണ് വോട്ട് ചോർന്നത് എന്ന് കൃത്യമായി പരിശോധിക്കാൻ അവർക്ക് സാധിക്കുമല്ലോ. ആ ഒരു പരിശോധനയിലേക്കൊന്നും ആരും പോയിട്ടില്ലല്ലോ. ചതിച്ചു എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ മൗനത്തിൽ നിൽക്കുന്നത്. ഇതിൽ വെയിറ്റ് ആൻഡ് സീ എന്ന് നിൽക്കുന്നത്. പിന്നിലൂടെ പരിപാടി എനിക്ക് അറിയില്ലല്ലോ. ഞാൻ നേർക്കുനേരെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാറുണ്ട്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. VS രഞ്ജിത്ത്, ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രകടമായി തന്നെ രണ്ട് അഭിപ്രായം മുന്നോട്ട് വന്നിരിക്കുന്നു. K പ്രവീൺകുമാറിന്റെ പ്രതികരണമാണ് ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കം. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം പിന്നാലെ വന്നിരിക്കുന്നു. MK രാഘവൻ, നമുക്കറിയാം കോഴിക്കോട് മേഖലയിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് MK രാഘവൻ. അപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടോ കോൺഗ്രസിന്റെ വോട്ട് പോക്കറ്റുകളെ കുറിച്ചോ കൃത്യമായ ധാരണയുണ്ട്. MK രാഘവൻ പക്ഷെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥി എന്നാണ് PV അൻവറിനെ വിശേഷിപ്പിക്കുന്നത്. മാധു, തീർച്ചയായും കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോടിന് MP എന്ന രീതിയിൽ 3 തവണ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് MK രാഘവൻ. മാത്രമല്ല ഇടത് കോട്ടയായ ബേപ്പൂരിൽ വോട്ട് എണ്ണുമ്പോൾ MK രാഘവൻ മുന്നിലുണ്ടാകാറുണ്ട്. എന്ന് പറഞ്ഞാൽ ബേപ്പൂരിൽ ജയിക്കാറുള്ള സ്ഥാനാർത്ഥിയാണ് MK രാഘവൻ MP എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ എന്താണ് ബേപ്പൂരിൻ്റെ രാഷ്ട്രീയം, എന്താണ് ബേപ്പൂരിൻ്റെ ഭൂമിശാസ്ത്രമെന്ന് നന്നായി MK രാഘവൻ അറിയാം. അതുകൊണ്ടാണ് MK രാഘവൻ പറയുന്നത് വോട്ട് എണ്ണി നോക്കണം, ബൂത്ത് അടിസ്ഥാനത്തിൽ നോക്കണം. നേരത്തെ എത്ര വോട്ട് കിട്ടി, ഇപ്പോഴെത്ര വോട്ട് കിട്ടി, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എത്ര കിട്ടി, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയോ എന്ന കാര്യം നോക്കണമെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് PV അൻവറും പറഞ്ഞത്. രാമനാട്ടുകരയിലും ഫറൂഖിലും UDF ജയിക്കുന്ന മുനിസിപ്പാലിറ്റികളായിരുന്നു. ആ മുനിസിപ്പാലിറ്റികളിൽ കേവലം 140 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് രാമനാട്ടുകരയിൽ കിട്ടിയത്. അത് കിട്ടിയാൽ പോരല്ലോ. കാരണം ഇടത് കോട്ടയായിട്ടുള്ള ബേപ്പൂരിലെ 5 വാർഡുകൾ എണ്ണിയപ്പോൾ 19,000 വോട്ട് നേരത്തെ ഉണ്ടായിരുന്നത് അത് 7,000-ലേക്ക് ചുരുക്കി കൊണ്ടുവരാൻ അൻവറിന് സാധിച്ചു. എന്ന് പറഞ്ഞാൽ ഇടത് കോട്ടകൾ PV അൻവർ ഇളക്കി. അങ്ങനെ ഇളക്കിയ PV അൻവറിന് എന്തുകൊണ്ട് UDF കേന്ദ്രങ്ങളിൽ വോട്ടുണ്ടാക്കാൻ സാധിച്ചില്ല? അതിന്റെ കാരണമാണ് അന്വേഷിക്കേണ്ടതെന്ന് PV അൻവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ കാരണം അന്വേഷിക്കണം എന്നാണ് MK രാഘവൻ പറയുന്നത്. അല്ലാതെ സ്ഥാനാർത്ഥിയുടെ ഒരു കുറ്റവും അദ്ദേഹം കാണുന്നില്ല എന്ന് മാത്രമല്ല, അന്വേഷണ കമ്മീഷനെ നിയമിച്ചതൊന്നും പഠിക്കാതെ എന്ത് കാര്യം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ അന്വേഷണ കമ്മീഷൻ എവിടെ എന്ന് ചോദിക്കുന്നത് ഈ കോഴിക്കോടിന്റെ MP കൂടിയാണ്. അതോടൊപ്പം PV അൻവർ പറയുന്നു, എന്നെ ബേപ്പൂരിലേക്ക് ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് മറ്റാരുമല്ല, ഇവിടുത്തെ DCC പ്രസിഡന്റ് K പ്രവീൺകുമാറാണ്, ഇവിടുത്തെ MLA ആയിട്ടുള്ള ജയന്താണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ PV അൻവറിനെ കുറിച്ച് പിന്നീട് PV അൻവർ നീണ്ട മൗനത്തിലായിരുന്നു. ഇപ്പോഴും സാധാരണഗതിയിലാണ് എങ്കിൽ, അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ PV അൻവറിനെ നമുക്കറിയാവുന്നതാണ്. PV അൻവർ കയറിയടിക്കുക എന്നതാണ് സാധാരണഗതിയിൽ സംഭവിക്കേണ്ടത്. പക്ഷേ പ്രവീൺ കുമാറിന്റെ പ്രതികരണത്തിൽ നിന്ന് അതിന് മറുപടി എന്ന നിലയ്ക്കാണ് PV അൻവർ തിരിച്ചു വരുന്നത് എന്നതും ചതി എന്താണെന്ന് മനസ്സിലായിരുന്നു, അതുകൊണ്ടാണ് താൻ മിണ്ടാതിരുന്നത് എന്നുപോലും പറയുന്നുണ്ട് അൻവർ. മാധു, തീർച്ചയായും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുടൻ അദ്ദേഹത്തിന്റെ കണക്ക്, അതായത് തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണുന്നതിന്റെ തലേ ദിവസം
PV അൻവർ ഒരു കണക്ക് പറഞ്ഞിരുന്നു. ബേപ്പൂരിൽ 7000 വോട്ടിന് ഞാൻ പിറകിലായിരിക്കും, ഫറോക്കിലും രാമനാട്ടുകരയിലും 5000-ലധികം വോട്ടുകൾക്ക് മുന്നിലായിരിക്കും, അങ്ങനെ ബേപ്പൂരിന്റെ LDF ലീഡ് ഞാൻ മറികടക്കും, കടലുണ്ടിയിൽ സമാസമമായിരിക്കും എന്നുള്ളത്. അത് ബേപ്പൂരിൽ അദ്ദേഹത്തിന് പിഴച്ചില്ല. അദ്ദേഹത്തിന് പിഴച്ചത് അദ്ദേഹത്തോടൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച രാമനാട്ടുകരയിലും ഫറോക്കിലുമാണ്. അത് പിഴച്ചതിനെ കുറിച്ച് വോട്ട് എണ്ണിയ ശേഷം UDF-നകത്ത് അദ്ദേഹം പരാതി പറഞ്ഞിരുന്നു. നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. ലീഗിൽ പാണക്കാട്ട് തങ്ങളെ നേരിട്ട് കണ്ട് അദ്ദേഹം പരാതി പറഞ്ഞു, VD സതീഷിനോട് പരാതി പറഞ്ഞു, DCC പ്രസിഡന്റിനോട് പരാതി പറഞ്ഞു, അന്വേഷിക്കുമെന്ന് DCC പ്രസിഡന്റ് വാർത്താ സമ്മേളനം വിളിച്ച് പറയുകയും ചെയ്തു. പക്ഷേ അതിനെക്കുറിച്ച് ഒരു അന്വേഷണവും ഉണ്ടായില്ല. കാരണം അന്വേഷിച്ചാൽ ഒരു പക്ഷേ എത്തിച്ചേരുന്നത് DCC ഓഫീസിൽ തന്നെ ആയിരിക്കുമോ എന്ന സംശയമാണ് PV അൻവർ ഉന്നയിച്ചത്, അല്ലെങ്കിൽ ലീഗിന്റെ ഓഫീസിലായിരിക്കുമെന്ന സംശയമാണ് PV അൻവർ ഉന്നയിച്ചത്. അങ്ങനെ ഉന്നയിച്ചപ്പോൾ ആ അന്വേഷണം എവിടെയും എത്തിയില്ല. അന്വേഷണം എവിടെ എത്താതെ തന്നെ DCC പ്രസിഡന്റ് ഒരു കൺക്ലൂഷൻ എത്തുന്നു, അത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ്. കൈപ്പത്തി ചിഹ്നത്തിലോ ലീഗ് ചിഹ്നത്തിലോ ആയിരുന്നുവെങ്കിൽ അവിടെ ജയിച്ചു കയറാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം കൈപ്പത്തി ചിഹ്നത്തിൽ ആരെങ്കിലും മത്സരിച്ചാൽ ജയിക്കുമായിരുന്നു, കാരണം അടിവലിക്കുന്ന സ്വാഭാവികമായ സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നതാണോ അതിന്റെ അർത്ഥം എന്നാണ് PV അൻവർ ചോദിക്കുന്നത്. ഏതായാലും